നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിലാണ്. ചെറുവത്തൂര് കുട്ടമത്ത് അമ്പലത്തിന് താഴെയുള്ള വയലിൽ സ്ഥിതി ചെയ്യുന്ന വയൽക്കാറ്റ് എന്ന സ്ഥലത്ത്. കൊടക്കുവയലിന്റെ മധ്യഭാഗത്തിലൂടെ ഒരു കാലത്ത് നിശബ്ദമായി ഒഴുകിയിരുന്ന പരമ്പരാഗത തോട് ഇന്ന് പുതിയ ഭംഗിയോടെ പുനർജന്മം നേടിയിരിക്കുകയാണ്. ചുറ്റുപാടും അതിമനോഹരമായ പച്ചപ്പണിഞ്ഞ പാടങ്ങൾ, സായാഹ്നങ്ങൾ ചില്ലാക്കാനും വൈബാക്കാനും പറ്റിയ ഒരു അടിപൊളി ഇടം. പച്ചപ്പണിഞ്ഞ പാടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. രാവിലെ ഒരു മഞ്ഞുതുള്ളി വീഴുമ്പോൾ പോലും പൊന്നുരുക്കം പോലെ തിളങ്ങുന്ന നെൽത്താളുകൾ കാറ്റിനോടൊപ്പം ആടിയുലഞ്ഞ് പ്രകൃതിയുടെ നിശബ്ദ സംഗീതം മുഴക്കുന്നു. ജനപ്രതിനിധികൾ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ നാട് എത്രത്തോളം മനോഹരമായി മാറുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നാം ഇവിടെ കാണുന്നത്. നഗരത്തിന്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഈ വയൽക്കാറ്റ് ഇന്നത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ മനസ്സിൽ സമാധാനത്തിന്റെ ഒരു കവാടമായി മാറുകയാണ്. എൻ്റെ സ്ഥലം പയ്യന്നൂർ കണ്ടോത്ത്. എങ്ങനെയാ ഇവിടെ എത്തിച്ചേർന്നത്? എങ്ങനെയാ? ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി കുറേ ഇങ്ങനെ കണ്ട് കേട്ടു, ഒന്ന് കാണാമെന്ന് ചോദിച്ചു വന്നത്. അങ്ങനെ കുടുംബക്കാരെല്ലാവരും കൂട്ടിയിട്ട് കുടുംബക്കാരെല്ലാം വന്നു. അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മോളുണ്ട്. എങ്ങനെ പൊതുവെ ഇവിടെ വന്നിട്ട് ഇവിടെ ആംബിയൻസ് എന്ത് തോന്നി? നല്ല ഫുൾ ഗ്രീനറി, നല്ല സീനറി, എല്ലാം നല്ല വ്യൂ. ജനപ്രതിനിധികളുടെ ദൂരദർശിതയും നാട്ടുകാരുടെ സഹകരണവും ചേർന്നപ്പോൾ വയൽക്കാറ്റിന് പുതിയ ജീവൻ ലഭിച്ചു. വികസനത്തിനൊപ്പം പ്രകൃതിയെയും സംരക്ഷിക്കാമെന്ന സന്ദേശം നൽകുന്ന ഈ പദ്ധതി നാടിന്റെ അഭിമാനമായി നിലകൊള്ളുന്നു. നല്ലൊരു പാർക്കാണ് നമ്മൾ ഏറ്റവും ഈ ഒരു കാസർഗോഡ് കണ്ണൂർ നല്ലൊരു മെച്ചപ്പെട്ട ഒരു പാർക്ക്. ചെറുവത്തൂർ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു ഇത് തന്നെയാണ്, വികസനം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒരല്പസമയം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് വിശ്രമിച്ചാൽ മൈൻഡ് ഒന്ന് റിലാക്സ് ആകും. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ജേർണലിസ്റ്റ് അഗ്നിവേശനും ആശിഷിനുമൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.